കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായിരിക്കും പാസ്ത. ഇന്ന് നമുക്കറിയുന്ന വിധത്തിലൊരു പാസ്ത ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി എല്ലെല്ലാം കളഞ്ഞ ഒരു 1/2 കിലോ ചിക്കൻ ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂറെങ്കിൽ മാറ്റി വെച്ചേക്കണേ. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്യാപ്സിക്കം, മഷ്റൂം ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടമ്മമാർ എല്ലാ മോഡൽ റെസിപ്പീസും കുറച്ചെങ്കിലും പഠിച്ച് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. നമ്മളെ മക്കൾക്കിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനേക്കാളും ഇഷ്ടം എല്ലാവർക്കും ഇപ്പോൾ പുറത്ത് പോയി കഴിക്കാനാണ്. ഇനി കുക്കിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ചു അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുത്തു. ബട്ടറെല്ലാം മെൽറ്റായി വന്ന ശേഷം അതിൽ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ട് നന്നായി വഴറ്റി അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുത്ത് പകുതി കുക്കാകുന്നത് വരെ അടച്ചു വെക്കുക. പകുതി കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് മഷ്റൂമും ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്ത് വീണ്ടും മൂടി വെക്കുക. അത് വെന്തതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റി ആ പാനിൽ തന്നെ വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിനായി അല്പം ബട്ടറും 1/4 ടീസ്പൂൺ മൈദപ്പൊടിയും നന്നായി ഇളക്കി അതിലേക്ക് പാൽ കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്തോറും ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കൈവെക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കി നന്നായി കുറുകി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഒറിഗാനോ അത്രേ ചേർക്കാൻ പറ്റും. കൂടിപ്പോകാനേ പാടില്ലേ. കൂടിയാൽ അതിൻ്റെ ടേസ്റ്റ് വല്ലാതെ മാറും. പിന്നെ പാസ്ത വെന്തിനും നോക്കട്ടെ. പാസ്ത വെന്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അതിനുശേഷം സോസിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ്റെ മിക്സ് ചേർക്കുക. പിന്നീട് വേവിച്ചെടുത്ത പാസ്ത ചേർക്കുക. എല്ലാം ചേർത്ത ശേഷം നന്നായി ചൂടോടെ കഴിക്കാൻ നോക്കണേ. ഇത് തണുത്ത് കഴിഞ്ഞാൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതായാലും ചീത്തയായാലും കമൻ്റ് ഇട്ടോളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.